വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ് +2 ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാണ്. കുറേ പേർക്ക് ഇംഗ്ലീഷിൽ മാർക്ക് കുറയുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് എക്സാം എങ്ങനെ എഴുതണം, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, എത്ര പേജ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസിന് എഴുതണം, ഏത് ക്വസ്റ്റ്യൻ ആദ്യം എഴുതണം, ഇത്ര കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാണ്. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇതേപോലെ എഴുതുക. വെറുതെ നമ്മൾ കുറേ പഠിച്ചു പോയിട്ട് അവിടെ പോയിട്ട് ഒന്നും ഓർമ്മയുണ്ടാവില്ല. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, അതേപോലെ ഫോക്കസ് ചെയ്തിട്ട് എക്സാം എഴുതുക. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് എക്സാം എഴുതിയത്, അത് ആ ഒരു രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ എഴുതിയിട്ട് A+ വാങ്ങിയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അത് എഫക്റ്റീവ് ആയിരിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ടൈം മാനേജ് ചെയ്യുന്ന കാര്യം ഞാൻ ആദ്യം പറയാം. ഇപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, അവിടെ പോയിട്ട് ഇരുന്ന് എന്തായാലും വാച്ച് കിട്ടുക. എക്സാമിന് പോകുമ്പോൾ ചെന്നിരുന്ന് നമുക്കൊരു കൂൾ ഓഫ് ടൈം ഉണ്ടാവുമല്ലോ, അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ ഞാൻ ആദ്യം ചെയ്തിരുന്ന കാര്യം, ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് അതിൽ 8 മാർക്ക്, 6 മാർക്ക്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കും. അതിൽ എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും ഒരു സിമ്പിൾ ഞാൻ കൊടുക്കും. നല്ല കോൺഫിഡൻ്റ് ആണ്, നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ബാക്കി കുറച്ചും കൂടി എഴുതാനുണ്ട്, കുറച്ച് ആലോചിക്കുക എന്നുള്ളതിന് വേറൊരു സിമ്പിൾ എന്തെങ്കിലും കൊടുക്കും. എന്നിട്ട് ഞാൻ ചെയ്യുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം എഴുതണം എന്ന് ഞാൻ തീരുമാനിക്കും. പക്ഷെ ഞാൻ ചെയ്തിരുന്നത്, ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ എഴുതി പോയിരുന്നു. ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെ എഴുതുന്ന ഒരു നിർബന്ധമില്ല. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ടൈം കിട്ടാത്ത, ഇംഗ്ലീഷിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, എന്തായാലും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള, അത്രയും നല്ല എളുപ്പമുള്ള, നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് അത് നിങ്ങൾ സ്റ്റാർട്ടിങ് എഴുതുക. ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തവരെ കാര്യം പറഞ്ഞ് അത് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് നമ്പർ ഇടുക, നമ്പർ ശ്രദ്ധിക്കണം. ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് അത് എഴുതി പോവുക. അത് ഒരു കണക്കിന് നല്ലതാണ്, അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ് എഴുതുന്നത്. കാരണം നിങ്ങൾക്കത് നല്ല കോൺഫിഡൻസ് ആയി നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തും 8 മാർക്ക്, 6 മാർക്കിൻ്റെയൊക്കെ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അത് എഴുതി കഴിയുമ്പോൾ. അതോടുകൂടി നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. മിക്ക കുട്ടികളും ഫസ്റ്റിനെ തുടങ്ങുമ്പോൾ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആവാം, 1 വേർഡ് ആവാം, അപ്പോൾ അത് പലതും ആൻസർ കിട്ടാണ്ടാകുമ്പോൾ അതോടുകൂടി അവർ അയ്യോ എക്സാം ടഫായി, കുറേ മാർക്ക് പോയി, അങ്ങനെ ഒരു ടെൻഷൻ കയറി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടിയും ആൻസർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ചെയ്താൽ മിക്കതും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ അറിയുന്ന ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എഴുതി പോവുക. ഇപ്പോൾ ലാസ്റ്റ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ എഴുതി വെക്കുക. 8, 6 മാർക്കിൻ്റെ ഒക്കെ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ്, മിക്ക കുട്ടികളും പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ്, ലാസ്റ്റ് 8 മാർക്കിന് എഴുതാൻ പറ്റിയില്ല, 8 മാർക്കിന് 2 എണ്ണം വിട്ടു. ആ 8 മാർക്കിന് നിങ്ങൾ ക്വസ്റ്റ്യൻ വിടുമ്പോൾ 16, 20 മാർക്കോളം നിങ്ങൾക്ക് അവിടെ കുറയും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വിട്ടാലും 8 മാർക്ക് അവിടെ കുറഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് A+ പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, ടൈം മാനേജ് ചെയ്യുന്ന ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ 8 മാർക്കിന് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി വെക്കുക. അത് ഒരിക്കലും സ്കിപ്പ് ചെയ്തത്. സ്റ്റാർട്ടിങ് നമുക്ക് ഏറിപ്പോയ 4 മാർക്ക്, 5 മാർക്ക് ഇങ്ങനെ 1 മാർക്കിന് പോവുള്ളൂ. അത് ഈ 8 മാർക്ക് നിങ്ങൾ കളയത്. മാത്രമല്ല ഫസ്റ്റുള്ള 1 മാർക്കൊക്കെ നമുക്ക് ലാസ്റ്റ് വേഗം വായിച്ച് കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. പക്ഷെ 8 മാർക്ക് നമ്മൾ ആലോചിച്ച് എഴുതേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും എഴുതിയിരിക്കണം. അപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ ഇഷ്യൂ ഉള്ളവർ അത് ആദ്യം എഴുതുക. അതാണ് സ്റ്റാർട്ടിങ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിൽ എഴുതാം. വേണമെങ്കിൽ ഫസ്റ്റ് തൊട്ടിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇങ്ങനെയാണ്. കോൺഫിഡൻ്റ് ഉള്ള എക്സാം, ഏത് ക്വസ്റ്റ്യൻസ് ആണോ എക്സാമിൽ ആ ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് അത്യാവശ്യത എഴുതുക. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ 8 മാർക്ക്, 6 മാർക്ക്, 5 മാർക്കിൻ്റെ ഒക്കെ നിങ്ങൾ ആദ്യം ടൈം അലോട്ട് ചെയ്യുക. ഞാൻ ചെയ്തിരുന്ന കാര്യമാണത്. ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തിരുന്നത്, ആദ്യത്തെ ഒരു 1 മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാനൊരു 15 മിനിറ്റ് കൊടുക്കും. 15 മിനിറ്റിൽ ആ എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ 1 മാർക്കും പാരഗ്രാഫ് പുറത്തുനിന്നൊക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് ഞാൻ ആ 15 മിനിറ്റിൽ കവർ ചെയ്യും. അത് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ കൂൾ ഓഫ് ടൈമിൽ ഞാൻ അറേഞ്ച് ചെയ്യും. 8 മാർക്കിന് 10 മിനിറ്റ് അങ്ങനെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 മിനിറ്റിനപ്പുറം കൊടുക്കരുത്. അതേപോലെ 6 മാർക്കാണെങ്കിൽ അതിനൊരു 5 മിനിറ്റ് കൊടുക്കുക. 4 മാർക്കാണെങ്കിൽ 4, 6 മാർക്കൊക്കെ ആണെങ്കിൽ അതിനൊരു 5 മിനിറ്റ് മാക്സിമം കൊടുക്കുക. ആ 5 മിനിറ്റ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ആ 5 മിനിറ്റിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ടൈം അലോട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത്
കൂൾ ഓഫ് ടൈമിൽ ഞാൻ സമയം സെറ്റ് ചെയ്യും. ഇപ്പോൾ 2 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 2:15 വരെ 1 മാർക്ക്, അത് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്യും 2:30 വരെ ഇത്ര, അങ്ങനെ ഞാൻ സെറ്റ് ചെയ്യും. അങ്ങനെ ആ കൂൾ ഓഫ് ടൈം നിങ്ങൾ വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കാതെ സെറ്റ് ചെയ്യുക. ഞാൻ ഏതൊക്കെ ആദ്യം എഴുതണമെന്ന് നോക്കുക. ഒന്നാമത്തെ കാര്യം ഏത് ക്വസ്റ്റ്യൻ ആദ്യം എഴുതണം നോക്കുക. രണ്ടാമത്തത് ടൈം സെറ്റ് ചെയ്യുക. ഞാൻ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ അവസാനിപ്പിക്കണം 8 മാർക്കിൻ്റെ, അങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് എക്സാം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടാവും. എനിക്കൊരിക്കലും ടൈം കിട്ടാത്തൊരവസ്ഥ ഇംഗ്ലീഷിന് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. ആദ്യം തന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 2:30 വരെ നിങ്ങൾ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു അരമണിക്കൂർ കൊടുക്കും. അങ്ങനത്തെ ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, അരമണിക്കൂറാകുമ്പോൾ 3 മണിയാകുമ്പോഴേക്കും അത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ 10 മിനിറ്റ് വെച്ച് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ കൊടുക്കാൻ പറ്റും. എല്ലാം നല്ല സ്മൂത്തായിട്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റിന് വേറൊരു ഇങ്ങനെ ഒരു ഇഷ്യൂ വരാൻ കാരണം നിങ്ങൾ മിക്കതും കഥ മാത്രം അറിഞ്ഞു വെച്ചിട്ട് പോകുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പാഠത്തിൻ്റെയും കുറച്ച് പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക. കാരണം അവിടെ പോയിട്ട് നമ്മൾ കഥ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലേക്ക് ആക്കാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ആലോചിച്ചിട്ട് തന്നെ കുറേ സമയം പോകും. അതിന് പകരം ഓരോ പാഠത്തിൻ്റെയും ചെറിയ റിവ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടർ സ്കെച്ചോ അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ചോ അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ, ഷോർട്ട് നോട്ട്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. നമ്മളിപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് പഠിക്കാൻ ഈസിയാണ്. നല്ല കുറച്ച് ലൈൻസുകൾ ഓരോ പാഠത്തിൻ്റെയും ഒരു പാരഗ്രാഫെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. ഞാനത് ചെയ്തിരുന്നു. ബൈ ഹാർട്ട് ഞാൻ പഠിച്ചിട്ടാണ് പോയിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല ലൈൻസ് നമ്മൾ ഉണ്ടാക്കിയതിനേക്കാൾ ബെറ്റർ ലൈൻസ് നമ്മൾ പഠിക്കുന്ന ലൈൻസിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓരോ പാഠത്തിനും റിവ്യൂസൊക്കെ പഠിക്കുമ്പോൾ, ഞാനൊക്കെ ഓരോ പാഠത്തിനും ഓരോ റിവ്യൂസും ഇപ്പോൾ എന്തെങ്കിലും ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ പഠിച്ച് പോയിട്ട് എഴുതും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഫ്ലുവൻ്റ് ആയിട്ട് വേഗം നമുക്ക് എഴുതി അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എല്ലാ പാഠത്തിനും പഠിച്ച് പോയി കഴിഞ്ഞാൽ സമയത്തിന് ഇഷ്യൂ ഉണ്ടാവില്ല. അടുത്തത് ഫോർമാറ്റ്. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഫോർമാറ്റ് ശ്രദ്ധിക്കണം. എല്ലാ ഫോർമാറ്റും പറയുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണാം. ബ്ലോഗ്, ബ്ലർബ്, സെമിനാർ റിപ്പോർട്ട്, അതിനൊക്കെ ഓരോ ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ 2 മാർക്ക് വരെ പോവാം. അപ്പോൾ അതുകൊണ്ട് ഫോർമാറ്റ് മസ്റ്റായിട്ടും വേണം. റെസ്യൂമ് നമുക്ക് പല രീതിയിൽ, ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസാണ്. ബ്ലോഗ് വരാം, ബ്ലർബ് വരാം, റെസ്യൂമ്, ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ, അപ്രിസിയേഷൻ എങ്ങനെ എഴുതണം, അങ്ങനെ എല്ലാത്തിൻ്റെയും ഫോർമാറ്റുകൾ മസ്റ്റായിട്ട് നോക്കുക. അറിയാത്തവർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അത് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഞാൻ എല്ലാത്തിൻ്റെയും നമ്മളിപ്പോൾ അടുത്ത് തന്നെ 2 ദിവസം മുമ്പ് തന്നെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ആ ഫോർമാറ്റ് പ്രകാരം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഫോർമാറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്തടുത്തത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ടത്, നല്ല ഹൈ മാർക്ക്, ഫുൾ മാർക്ക്, A+ വാങ്ങേണ്ട കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ട്രിക്കാണ് അണ്ടർലൈൻ ചെയ്യുക. നിങ്ങൾ എസ്സേ ഏതാണ്, റൈറ്റപ്പ് ആണ്, ക്യാരക്ടർ സ്കെച്ച് ആണ്, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങളിപ്പോൾ ഞാൻ എഴുതിയിരുന്നത് ബ്ലാക്ക് പെന്നോടെ ഞാൻ എഴുതിയിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബ്ലൂ പെന്ന് കയ്യിൽ വെക്കും. ബ്ലൂ പെന്നുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യും. ഇപ്പോൾ ഏതൊരു വലിയൊരു പാരഗ്രാഫ് ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ അതുപോലെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കാറുണ്ട്. അതിനൊക്കെ ഒരു സമയം വല്ലാണ്ടൊന്നും വേണ്ട. നമ്മൾ നന്നായി പഠിച്ചു പോയ കുട്ടികളാണെങ്കിൽ അത് എഴുതി കഴിഞ്ഞാൽ ഒപ്പം മറ്റേ പേനെടുക്കുക, അണ്ടർലൈൻ ചെയ്യുക, വേഗം ഇത് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് അവിടെ കൂടും. കാരണം നിങ്ങൾ നോക്കുന്ന ടീച്ചേഴ്സ് ഒരു ഇംപ്രഷനാണ്, ആ കുട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അണ്ടർലൈൻ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി, അവർ ആ മാർക്ക് അവിടെ കിട്ടും. അപ്പോൾ അണ്ടർലൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാത്തതുണ്ടാവാം, പക്ഷേ എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന എത്രയാണോ എഴുതേണ്ടത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നത് എഴുതി വെക്കുക. അറിയില്ലല്ലോ എന്ന് വെച്ചിരിക്കരുത്. നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അതുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ അത് അവിടെ എഴുതി വെക്കുക, മാർക്ക് കിട്ടും. ഓക്കെ. പിന്നെ നിങ്ങൾ കൂൾ ഓഫ് ടൈം, ഞാൻ ഈ പറഞ്ഞ പോലെ വെറുതെ കൂൾ ഓഫ് ടൈം വെറുതെ അതും പിടിച്ചിരിക്കരുത്. ഏതൊക്കെ എഴുതണം, ഏതൊക്കെയാണ് എനിക്ക് നന്നായി അറിയുന്നത് അത് മാർക്ക് ചെയ്ത് അത് ആദ്യം എഴുതാൻ ശ്രദ്ധിക്കുക. കൂൾ ഓഫ് ടൈം മാക്സിമം യൂസ് ചെയ്യുക. ഞാൻ ഏതൊക്കെ സമയങ്ങളിൽ എഴുതി അവസാനിപ്പിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഗ്രാമർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് ആ കൂൾ ഓഫ് ടൈമിൽ തന്നെ കണ്ടുപിടിച്ച് വെക്കുക. അപ്പോൾ കുറേ സമയമൊന്നും വേണ്ട. ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫിൻ്റെ ഒക്കെ ആൻസേഴ്സ് അപ്പം തന്നെ കണ്ടുപിടിച്ച് വെച്ചാൽ വേഗം എഴുതി പോകാൻ പറ്റും. ഓക്കെ. പിന്നെ നിങ്ങൾ എപ്പോഴും എഴുതുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നന്നായിട്ട് എഴുതാൻ നോക്കുക. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും, ആർട്ടിക്കിൾ ആവട്ടെ, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഫസ്റ്റ് പാരഗ്രാഫ് നല്ല വാക്കുകൾ, അത് ഞാൻ പറഞ്ഞ കുറച്ച് പഠിച്ചിട്ട് പോയിക്കോളാൻ. ഓരോ പാഠത്തിന് റിവ്യൂയോ അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ചോ എന്തെങ്കിലും ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ
പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ലൈൻസ് ആയിരിക്കണം. അങ്ങനത്തെ നല്ലൊരു എന്തെങ്കിലും ഗൈഡിലുള്ളതോ അല്ലെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഉണ്ട്. അതിലൊക്കെ ഫസ്റ്റ് പാരഗ്രാഫ് നല്ല വാക്കുകൾ വെച്ച് നന്നായിട്ട് എഴുതുക. ഫസ്റ്റ് പാരഗ്രാഫ് വരെ നമ്മൾ ഉണ്ടാക്കി എഴുതുമ്പോൾ ശരിയാവില്ല. കുറച്ച് നല്ല ലൈൻസ് വെച്ചിട്ടൊക്കെ എഴുതുക. ഫസ്റ്റ് പാരഗ്രാഫ് ബെസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടും, ഒരു ഇമ്പ്രഷൻ കിട്ടി. ഇപ്പം നമുക്ക് ടീച്ചേഴ്സ് ഫുള്ളായിട്ട് ഉള്ളിലേക്കൊന്നും നോക്കില്ല. ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ നല്ല വാക്കുകൾ വെച്ചിട്ട് എഴുതിയെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് വീഴും. അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ പേജസ് എഴുതുമ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാക്സിമം ഒരു പേജ് എഴുതുക. ഞാൻ എഴുതിയിരുന്നത്, ഞാൻ പറയുന്നത് മിക്കവരും പറയുന്നത് ഹാഫ് പേജ് മതിയെന്ന്. ഞാൻ എഴുതിയിരുന്നത് 4 മാർക്കാണെങ്കിൽ ഒരു പേജ് ഞാൻ എഴുതിയിരുന്നു. ഒരു പേജ് ഞാൻ വെച്ച് എഴുതിയിരുന്നു. സ്റ്റാർട്ടിങ് നല്ല പാരഗ്രാഫ് കൊടുത്തിട്ട് പിന്നെ അതിനൊന്നുകൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതും. 4 മാർക്കിന് ഒരു പേജ് എഴുതണം എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ അതാണ്. ഞാൻ അങ്ങനെ എഴുതിയിട്ടാണ് എനിക്ക് മാർക്ക് വന്നിട്ടുള്ളത്. 6 മാർക്കിന് 1.5 പേജ് എഴുതിയാൽ മതി. 1.5 പേജ് എഴുതുക. 1.5 പേജ് 1.25 പേജ് മതി. 1.25 മാക്സിമം അത് മതി. 3 മാർക്കിന് പല കുട്ടികളും ഒരു അര പേജൊക്കെ എഴുതാറുണ്ട്. വേണ്ട, നമുക്കൊരു 3 പോയിന്റ്, അതായത് ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫ് എഴുതിയാൽ മതി 3 മാർക്കിന്. അവിടെ നിങ്ങൾക്ക് സമയം കളയണം. 3 മാർക്കിന് കുറേ ടൈം കളയരുത്. ആവശ്യമുള്ള പോയിന്റ് മാത്രം ഒരു 3 ലൈൻ എഴുതി അവസാനിപ്പിക്കുക. 8 മാർക്കിന് നിങ്ങൾ എപ്പോഴും 2 പേജ് എഴുതുക. ഞാൻ പലപ്പോഴും 2.5 പേജ്, നന്നായിട്ട് അറിയണമെങ്കിൽ 2.5 പേജ് വരെ ഞാൻ എഴുതാറുണ്ട്. 2.5 പേജ് വരെ ഞാൻ എഴുതാറുണ്ട്. പക്ഷേ 2 പേജ് മതി, ധാരാളമാണ്. 2 പേജ് എഴുതുമ്പോൾ പാരഗ്രാഫ് തിരിച്ചെഴുതുക, അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. സ്റ്റഡി. ഇപ്പം നിങ്ങൾ ഇനിയുള്ള സമയം എന്ത് ചെയ്യുക, എല്ലാ പാഠത്തിൻ്റെയും അറിയുന്ന എല്ലാ ഫോക്കസ് ഏരിയ ആണെങ്കിലും നോൺ ഫോക്കസ് ഏരിയ ആണെങ്കിലും കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളും പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ചു പോവുക. പാരഗ്രാഫ് തിരിച്ച് എഴുതണം. ഒറ്റയടിക്ക് എല്ലാം കൂടി എഴുതരുത്. ഓരോ പാരഗ്രാഫ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് തുടങ്ങുക. അങ്ങനെ പാരഗ്രാഫ് തിരിച്ച് എഴുതിയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനലിൽ തന്നെ കുറേ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, വാച്ച് കിട്ടുക, ഒരിക്കലും അത് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വീഡിയോസ് ആയിട്ടൊക്കെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.